ഹലോ, ഇന്നൊരു ഈസി ആയിട്ടുള്ള ജാപ്പനീസ് ക്രീം ചീസ് കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ക്രീം ചീസ് 200 ഗ്രാം, അതുപോലെ തന്നെ ബട്ടർ 20 ഗ്രാം, പാൽ 50 ഗ്രാം, പിന്നെ 3 മുട്ട വേണം. അതിൻ്റെ വെള്ളയും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. മൈദ 40 ഗ്രാം, പഞ്ചസാര 55 ഗ്രാം. ക്രീം ചീസ് നമ്മൾ ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ മാറ്റിയിട്ട് ബൗൾ സംഭവം അടിയിൽ വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂടുവെള്ളം ഉണ്ടല്ലോ അത് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ ബൗൾ വെച്ചിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് ക്രീം ചീസ് വെക്കുക. ക്രീം ചീസും അതുപോലെ തന്നെ ബട്ടറും പാലും ഒഴിച്ച് കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ 3 മുട്ടയുടെ വെള്ളം എടുക്കുക. ഇതിലേക്ക് 55 ഗ്രാം പൊടിക്കാത്ത പഞ്ചസാര ചേർത്തിട്ട് സ്റ്റിഫാവുന്നത് വരെ നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക. കണ്ടോ, ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് മിക്സിലേക്ക് മൈദ ചേർക്കുക. മൈദ എന്ന് പറയുമ്പോൾ ഒരു 40 ഗ്രാം മൈദ വേണം. മൈദയും പിന്നെ 3 മുട്ടയുടെ മഞ്ഞയും നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചില്ലേ അത് ആഡ് ചെയ്യുക. ഞാനിവിടെ 3 തവണയായിട്ടാണ് എല്ലാം ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അതായത് വലിയ കട്ടകളൊന്നും പാടില്ല ഇതിനകത്ത്. നല്ല സോഫ്റ്റായിട്ട് ഇത് മിക്സ് ആയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചേക്കുന്ന നമ്മുടെ എഗ് വൈറ്റ്സ് ഉണ്ടല്ലോ, 3 എഗ് വൈറ്റ്സ്, അതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനാഗറും കൂടി ചേർത്തിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്തെടുത്തത്. എന്നിട്ട് അത് പതിയെ ഇതിനകത്തേക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ പതിയെ സമയമെടുത്ത് മിക്സ് ചെയ്താൽ മതി. കാരണം ഈ മിക്സിങ് പ്രോസസ്സാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഇതാണ് ഈ ഒരു മിക്സിങ് ടെക്നിക്കാണ് ആ ഒരു കേക്കിൻ്റെ എന്താ പറയുക സോഫ്റ്റ്നെസ്സിനെ ബാധിക്കുന്നൊരു കാര്യം. അതുകൊണ്ട് ധൃതിയൊന്നും വേണ്ട, പതിയെ മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ കേക്കിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് 3 തവണയായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഇത് നമ്മുടെ ബാറ്റർ ഒഴിക്കുക. ഞാൻ ഓവൻ ഒരു 10 മിനിറ്റത്തേക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്തായിരുന്നു. 10 മിനിറ്റത്തേക്ക്. ഇത് ബേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന കേക്ക് ടിന്നിൻ്റെ അടിയിലൊരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. അതായത് ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റും ബേക്ക് ചെയ്തെടുക്കുക. ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ജാപ്പനീസ് ക്രീം ചീസ് കേക്ക് റെഡിയാവും. ഞാൻ മുകളിൽ കുറച്ചൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചസാര പൊടിച്ചതും കൂടെ ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വായിലിട്ടാൽ മെൽറ്റായി പോകുന്ന രീതിയിലുള്ള ഒരു ക്രീം ചീസ് കേക്കാണ്. മസ്റ്റ് ട്രൈ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.